കെ മുഹമ്മദ് ഐസ, ലെഗസി ഓഫ് ഇൻസ്പിറേഷൻ. 2025 ഫെബ്രുവരി മാസം 12 ബുധനാഴ്ചയുടെ പുലരി പിറന്നത് ഖത്തറിൻ്റെ മണ്ണും വിണ്ണും മനസ്സും വിറങ്ങലിച്ചു നിന്നൊരു സങ്കടവാർത്തയോടെയായിരുന്നു. ഇടനെഞ്ചിൽ ഇശലിൻ്റെ ഇമ്പവും ജീവിതത്തിലുടനീളം സഹജീവി സ്നേഹത്തിൻ്റെ സാന്ത്വന സ്പർശവുമായി പ്രകാശം പരത്തി നമുക്കിടയിൽ ഉണ്ടായിരുന്ന കെ മുഹമ്മദ് ഐസ എന്ന മനുഷ്യസ്നേഹിയുടെ വേർപാട്. ഈസക്കയെ അറിയുന്നവരും അറിയാത്തവരും പറഞ്ഞും കേട്ടുമറിഞ്ഞും നൂറുകണക്കിന് ആളുകൾ മിസൈമീറിലെ ഖബർസ്ഥാനിലേക്ക് ഒരു പാരാവാരം പോൽ ഒഴുകിയെത്തിയത് ഒരു സാധാരണ മനുഷ്യൻ ജീവിച്ചു തീർത്ത കാലയളവിൽ ചെയ്ത അനതിസാധാരണമായ നന്മകളുടെ പ്രസരിപ്പിൻ്റെ തിളക്കത്തിലായിരുന്നു. നിഷ്കളങ്കനായൊരു പൊതുപ്രവർത്തകന് കാലം കരുതിവെച്ച ആരും കൊതിച്ചു പോകുന്ന രാജകീയമായ യാത്രാമൊഴി. ഐസക്ക വിട പറഞ്ഞിട്ട് ഒരാണ്ടാവുന്നു. ഒളിമങ്ങാത്ത ഓർമ്മകളിലൂടെ, മറവിയെടുക്കാത്ത അനുഭവങ്ങളിലൂടെ, അനശ്വരമായ നന്മകളിലൂടെ, കൂടെയില്ലെന്നറിഞ്ഞിട്ടും കൂടെയുണ്ടെന്നതുപോലെ അമരസ്മരണകളായി ഐസക്ക മായാതെ മനസ്സിലെന്നും. കെ മുഹമ്മദ് ഐസ കോൾമയിർ കൊള്ളിക്കും ചരിത്ര പടധ്വനികൾ ഉയർത്തിയ കൊടുങ്ങല്ലൂരിൻ്റെ മണ്ണിൽ പിറന്ന് തമിഴ് പേശും പൊള്ളാച്ചിയിലേക്കും കനകം വിളയും ഖത്തറിലേക്കും വേരുകൾ പടർത്തിയ മുഹമ്മദ് ഐസയുടെ ജീവിതം തിക്താനുഭവങ്ങളുടെ തീച്ചുള തനി തങ്കമാക്കി തിളക്കിയ വ്യത്യസ്തതയുടെ വിസ്മയമായിരുന്നു. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ കുഞ്ഞുമരക്കാരൻ്റെയും മലപ്പുറം മുന്നിയൂർ മറിയം ബീവിയുടെയും രണ്ടാമത്തെ മകനായ ജനനം. ജീവിതത്തിൻ്റെ യൗവനകാലത്ത് 19-ാം വയസ്സിൽ പ്രാരാബ്ധങ്ങൾക്ക് അറുതി കണ്ടെത്താനായി ദോഹയിലേക്ക് കപ്പൽ കയറിയതാണ്. കുടുംബത്തിന് താങ്ങാവാൻ വേണ്ടിയുള്ള ആ യാത്ര ഒടുവിൽ അവസാനിച്ചത് ആയിരക്കണക്കിന് ആളുകൾക്ക് താങ്ങും തണലുമായിട്ടായിരുന്നു. ജനിച്ചത് കൊടുങ്ങല്ലൂരിലാണെങ്കിലും വളർന്നതും പഠിച്ചതും തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലായിരുന്നു. പഠിക്കാനേറെ മിടുക്കൻ. വിദ്യാഭ്യാസം പൊള്ളാച്ചി ഗവൺമെൻറ് ഹൈസ്കൂൾ, മദ്രാസ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള MGM കോളേജ്. പഠനകാലത്ത് തന്നെ കലയിലും സ്പോർട്സിലും സജീവ സാന്നിധ്യം. വോളിബോളിലും ഓട്ട മത്സരങ്ങളിലുമൊക്കെ മികവ് തെളിയിച്ച ഐസ എന്ന ഊർജ്ജസ്വലനായ വിദ്യാർത്ഥിക്ക് പക്ഷേ വിധി കാത്തുവെച്ചത് കലക്കും കായികത്തിനും വളരാൻ വളക്കൂറുള്ള മണ്ണൊരുക്കുന്നതിനായിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം സാക്ഷി. പിതാവിൻ്റെ പൊള്ളാച്ചിയിലെ ബേക്കറി കച്ചവടക്കാലത്തെ പ്രാരാബ്ധങ്ങളും പ്രയാസങ്ങളും കണ്ടുവളർന്ന ബാല്യവും കൗമാരവും. அப்புறம் இந்த மார்க்காக்கு படிப்பு BA.
രണ്ടാമത്തെ ബേക്കറി, രണ്ടാമത്തെ ഷോപ്പാണ് അതുണ്ടായിരുന്നു. പിന്നീട് ജീവിതത്തിലെ വൈതരണികളെ മറികടക്കാനുള്ള ആർജവം അദ്ദേഹം നേടിയെടുത്തത് ചെറുപ്പകാലത്തെ സ്വന്തം അനുഭവങ്ങളുടെ ആലയിൽ നിന്ന് തന്നെയായിരുന്നു. ഖത്തറിലെ ഖലീഫ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണത്തിനായി ഇന്ത്യയിൽ നിന്നും റിക്രൂട്ട് ചെയ്ത 300 തൊഴിലാളികളുടെ ഫോർമാനായി നിയോഗിക്കപ്പെട്ട് ഖത്തറിൽ എത്തുന്നതോടുകൂടിയാണ് വിശ്വസ്തതയും കഠിനാധ്വാനവും ജോലിയിൽ പ്രതിബദ്ധതയുമുള്ള പ്രതിസന്ധികളിൽ തളരാത്ത ഐസ എന്ന പോരാളിയുടെ ജീവിതത്തിൻ്റെ ദിശ മാറുന്നത്. പേര് കൂടിയിട്ട് വാങ്ങിയ ഒരു ടേപ്പ് റെക്കോർഡ് അത് 300 റിയാലിന് 15 പേര് ഷെയർ ചെയ്ത് വാങ്ങിയ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഇന്ന് ഈസക്കായത് ഇപ്പോഴല്ല, ഒരു ഈസയായിരുന്ന ഈസക്ക് നിങ്ങളെല്ലാവരും പറയുന്നത് എങ്ങനെ ഈസക്കായെന്നുള്ള പഴയ അനുഭവങ്ങൾ പറയാണ് സൈക്കിൾ. അപ്പോൾ ആ 300 റിയാലിൻ്റെ എല്ലാവരും കൂടി വാങ്ങിയ ടേപ്പ് റെക്കോർഡ് 2 മണിക്കൂർ കടമെടുത്ത് പോയി. 2 ജോലിക്കാരുമായി തുടങ്ങിയ ഐസക്കയുടെ ഹൃദയതാളം അലി ഇൻ്റർനാഷണൽ ഇന്നിപ്പോൾ വ്യത്യസ്ത നാട്ടുകാരായി 200ഓളം ആളുകൾ തൊഴിലെടുക്കുന്ന സ്ഥാപനമായി ഉയർച്ചയുടെ പടവുകളിലൂടെയുള്ള പ്രയാണത്തിലും കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളെ മറവിക്ക് കൊടുക്കാതെയുള്ള സന്മനസ് ഐസക്കയെ വേറിട്ട് നിർത്തി. മനുഷ്യരെ മറന്നുകൊണ്ടുള്ള ഒരു കച്ചവടവും മുഹമ്മദ് ഈസായെ പ്രലോഭിപ്പിച്ചിട്ടില്ല. അക്കങ്ങളുമായുള്ള നിരന്തര സമ്പർക്കങ്ങൾക്കിടയിലും അക്ഷരങ്ങളുടെയും ജീവകാരുണ്യങ്ങളുടെയും പ്രാധാന്യം ഒരിക്കലും അദ്ദേഹം മറന്നിട്ടുമില്ല. The greatness in a person is how humble they are when they are great. The true example is right in front of us. That's our God of Master. To accept an invitation and interact with the budding leaders of Kansas. Our ambassador has been a true inspiration. സംഗീതത്തെക്കാൾ സംഗീതജ്ഞരെയും ഗാനങ്ങളെക്കാൾ ഗായകരെയും കായിക വിനോദങ്ങളെക്കാൾ കായിക പ്രതിഭകളെയും രചനകളെക്കാൾ രചയിതാക്കളെയും സ്നേഹിച്ച മുഹമ്മദ് ഈസ എന്ന കലാകാരൻ്റെ ഇടനെഞ്ചിലെ ഈണം വല്ലിപ്പയിൽ നിന്നും പകർന്നു കിട്ടിയതാണ്. പാട്ടുകൾ പാടിയും പാട്ടുകാരെ പ്രോത്സാഹിപ്പിച്ചും സംഗീത പരിപാടികളുടെ സംഘാടകനും അതിഥിയും ആതിഥേയനും ആസ്വാദകനും. കലാരംഗത്ത് ഈസക്ക് കെട്ടാത്ത വേഷങ്ങളില്ല. മതൻ ഗർഭത്തിൽ നിന്നു നാം ഇന്നലെ ഒന്നൊന്നുമില്ലാതെ പിറന്നു വീണു. വായ്ക്കീറി കരയുമ്പോൾ നൽകുവാനും മതൻ അമ്മിഞ്ഞ അഹദവൻ കരുതി വെച്ചു. വായ്ക്കീറി കരയുമ്പോൾ നൽകുവാനും യാത്രക്കിടയിൽ മനുഷ്യനാകുമിരകൾ വലവീശിയുടയ്ക്കുന്നു. ഇന്ന് വലവീശിയുടയ്ക്കുന്നു. കണ്ണുനീർ തുള്ളിയെ ശ്രീയോടുപമിച്ച കാവ്യ പാവനേ അഭിനന്ദനം നിനക്ക് അഭിനന്ദനം 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 അഭിനന്ദനം. ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ ഉൾപ്പെടെ 100 കണക്കിന് കായിക മാമാങ്കങ്ങൾക്ക് നെടുനായകത്വം വഹിക്കുവാൻ ഐസക്ക എന്ന കായിക പ്രൊമോട്ടർക്ക് സാധിച്ചിട്ടുണ്ട്. കിട്ടേണ്ടതിലധികം കൊടുക്കുന്ന ഒരു ഐസ ടച്ച് പ്രശസ്തമായതിനാലാവാം ഐസക്കയാണ് സംഘാടകരെങ്കിൽ കായിക രംഗത്തെ പ്രതിഭകൾക്കിടയിൽ ദോഹയിലേക്ക് വരുന്ന കാര്യത്തിൽ ഒരു ആരോഗ്യകരമായ മത്സരം തന്നെ ഉണ്ടായിരുന്നു. ഹരിതരാഷ്ട്രീയത്തിൻ്റെ അരികു ചേർന്നതിൻ്റെ ചാരിതാർത്ഥ്യം മറച്ചുവെക്കാതെ വെളിപ്പെടുത്താറുണ്ട് ഐസക്ക. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി അനുഭവിച്ചറിഞ്ഞ അധ്യായമായിരുന്നു അദ്ദേഹത്തിന്. ഒപ്പം പരസ്പര സ്നേഹവും സർവമത സൗഹാർദ്ദവും ജീവവായു പോലെ പ്രാധാന്യവും
ആതുര സേവന മേഖലയിലെ പകരം വയ്ക്കാനില്ലാത്ത നാമമാണ് CH സെൻ്ററുകൾ. തിരുവനന്തപുരത്തും പെരിന്തൽമണ്ണയിലും അടക്കമുള്ള പല CH സെൻ്ററുകളുടെയും ഊർജവും ഉത്തേജകവും ഈസക്കയായിരുന്നു. വടകരയിലെ തണലും പോനൂരിലെ കാരുണ്യ തീരവും അങ്ങനെ ഈസക്കയുടെ കാരുണ്യഹസ്തം കൂട്ടിപ്പിടിച്ച എത്രയെത്ര സാന്ത്വനങ്ങൾ, കേന്ദ്രങ്ങൾ. അർഹതയ്ക്കുള്ള അംഗീകാരമായി നിരവധി പുരസ്കാരങ്ങൾ ഈസക്കയെ തേടിയെത്തിയിട്ടുണ്ട്. എല്ലാ അംഗീകാരങ്ങൾക്കും മീതെ ഈസക്കയുടെ തന്നെ വാക്കുകളിൽ നൽകുന്നവനും സ്വീകരിക്കുന്നവനും ഒരുപോലെ തണൽ വിരിക്കുന്ന സൽക്കർമ്മമാണ് ജീവകാരുണ്യം. അതിന് മാർക്കിടുന്നവൻ സർവാധിരാജനായ നാഥനാണ്. ആ അംഗീകാരത്തിന് വേണ്ടിയാണ് എൻ്റെ കർമ്മങ്ങൾ. ധന്യമാ ജീവിതം, സുഹൃതമാ കർമ്മങ്ങൾ. ഈസക്ക എന്ന സ്നേഹനിലാവ് മാഞ്ഞിട്ട് ഒരാണ്ടാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സുപോലെ നമ്മുടെ ചുറ്റുമുള്ള ഉറവ പറ്റാത്ത നന്മയുള്ളവരുടെ പിൻബലത്താൽ ചികിത്സയും സാന്ത്വനവും പരിചരണവും ആവശ്യമുള്ളവരിലേക്ക് കാരുണ്യഹസ്തവുമായി പെരിന്തൽമണ്ണയിൽ CH സെൻ്ററിനായി ഈസക്ക ചാരിറ്റി ടവർ ഉയരുകയാണ്. ഈസക്ക നെഞ്ചോട് ചേർത്ത് വെച്ച ഓർമ്മകൾക്ക് മരണമില്ല. കാലം എത്ര തലമുറകളായി കടന്നുപോയാലും മായാതെ മനസ്സിലെന്നും ഉണ്ടാവും. തീർച്ച ഈസക്കയുടെ പരലോക ജീവിതം പ്രകാശപൂരിതമാവട്ടെ. സ്വർഗാവകാശികളിൽ നാഥൻ അദ്ദേഹത്തെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. പ്രാർത്ഥനാപൂർവം KMCC ഖത്തർ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ليس عليك هداهم ولكن الله يهدي من يشاء وما تنفقوا من خير فلأنفسكم وما تنفقون إلا ابتغاء وجه الله وما تنفقوا من خير يوفى إليكم وأنتم لا تظلمون.